കഴിഞ്ഞ 2-3 മത്സരങ്ങളിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രകടനം കണ്ടപ്പോൾ ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇത് തുടരാൻ പറ്റുമോ എന്നുള്ളത്. ലിവർപൂളിനെതിരെ അത്യാവശ്യം നന്നായിട്ട് പൊരുതി ഒരു സമനില നേടി പ്രീമിയർ ലീഗിൽ. അത് കഴിഞ്ഞ് FA കപ്പിൽ ആസലിനെതിരെ ഒരു മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ച് അവസാനം വിജയിക്കാൻ കഴിഞ്ഞു. ലാസ്റ്റ് മത്സരം സതാംപ്ടനെതിരെ വലിയ മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല, എന്നാലും ജയിക്കാൻ സാധിച്ചു അവസാന നിമിഷം അതിൻ്റെ ഒരു ബ്രില്യൻസ് കാരണം. അപ്പം ഈ ഒരു സ്ഥിരത യുണൈറ്റഡിന് പുലർത്താൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു വലിയൊരു ഡൗട്ട്ഫുൾ ആയുള്ള കാര്യം. അതുപോലെ തന്നെ സംഭവിച്ചു. ബ്രൈറ്റനെതിരെ 3-1 തകർന്നിരിക്കുകയാണ്, അതും ഓൾഡ് ട്രാഫോർഡിൽ. ഒന്നും പറയാനില്ല, വളരെ നിരാശാജനകമായ പ്രകടനം തന്നെയാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം മത്സരശേഷം അമോറിം കോച്ച് നടത്തിയ ആ ഒരു പ്രസ്താവന അതാണ് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 100% ശരി തന്നെയാണ്. കാരണം യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഇതിനൊരു അത്ഭുതമൊന്നും ഇല്ല. കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതൊരു വേഴ്സ്റ്റ് ടീം തന്നെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലെ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ തന്നെ വേഴ്സ്റ്റ് ടീം ആയിരിക്കാം. അതാണ് അമോറിം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റ് തന്നെയാണ്. കാരണം ഓട്ടയടിച്ചിട്ട് കാര്യമില്ല. ടെൻഹാഗിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഓട്ടയടിച്ച് ട്രസ്റ്റ് ദ പ്രോസസ് എന്നൊക്കെ പറയുകയായിരുന്നു. പക്ഷേ ആ ഒരു ശൈലിയിൽ നിന്ന് വിഭിന്നമായിട്ട് തുടക്കത്തിൽ തന്നെ കറക്റ്റായിട്ട് തനിക്ക് എന്താണോ തോന്നുന്നത് അത് പറയുന്ന, ഓപ്പണായിട്ട് പറയുന്നൊരു ശൈലിയാണ് റൂബൻ അമോറിമിൻ്റേത്. അപ്പോൾ ഇത് കളിക്കാരുടെ കോൺഫിഡൻസിനെ ബാധിക്കുമെന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഒരു പരിധിവരെ വരുന്നുണ്ടെങ്കിലും നിലവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് എല്ലാം എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. കാരണം യുണൈറ്റഡിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അമോറിം പറയുന്നതാണ് ശരിയെന്നാണ് അവർക്ക് തോന്നുന്നത്. കാരണം അതാണ് സിറ്റുവേഷൻ. കാരണം ഇത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ട്, ഇത്രയും വലിയ ലെഗസി ഉണ്ടായിട്ട് ഈ ടീം എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ടെൻഹാഗനെ എത്ര പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, എന്നിട്ടും ടീമിൻ്റെ ഒരു അടിസ്ഥാന ഒരു ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം ഈ ഒരു ചേഞ്ച് വരണമെങ്കിൽ, അല്ലെങ്കിൽ ടീമിലൊരു ചേഞ്ച് വരണമെങ്കിൽ റിയാലിറ്റി മനസ്സിലാക്കണം എന്നാണ് അമോറിം പറയുന്നത്. അത് തന്നെയാണ് ശരി. കാരണം ആ റിയാലിറ്റി ഇതാണ്. ഒരു വേഴ്സ്റ്റ് ടീമാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 13ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതുവരെ കളിച്ച 22 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 10ലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓൾഡ് ട്രാഫോർഡിൽ മാത്രം 6 മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലും മോശമായുള്ള ഒരു സിറ്റുവേഷൻ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു വളരെ മോശമായ ടീമുകളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ ചേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അമോറിം തന്നെ പറയുന്നുണ്ട്, റിയാലിറ്റി എനിക്കറിയാം, ഞാനൊരു എന്താ പറയുക, ഒരു നെയ്വൊന്നും അല്ല, എനിക്ക് കാര്യം അറിയാം. കാരണം ഇപ്പം നമ്മളൊരു ഓട്ടയടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു മാർഗം കൊണ്ടുവന്നാൽ ഈ ടീം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഈ റിയാലിറ്റി മനസ്സിലാക്കിയുള്ള ഒരു ചേഞ്ചാണ് വേണ്ടത്. സഫർ ചെയ്യണം, സഫർ ചെയ്താൽ മാത്രമേ ടീം നന്നാകുള്ളൂ എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇപ്പം തന്നെ എത്ര കാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 3-4 ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള താരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും വലിയ ചേഞ്ച് ടീമിൽ വേണം. കാരണം പല താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർക്കൊരു സ്ഥിരതയില്ല. കാരണം ഒരു ട്രെയിനിങ്ങിനൊക്കെ കുറച്ച് കൂടുതൽ സമയം കിട്ടിയാൽ അവരുടെ ഭാഗത്ത് നല്ല പെർഫോമൻസ് ഉണ്ടാവും. പക്ഷേ വീണ്ടും ഒരു വളരെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ടീം പഴയപടി തന്നെ എത്തുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് ബ്രൈറ്റനെതിരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പ്രഷർ അനുസരിച്ച് കളിക്കാൻ പറ്റുന്നില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഇതില്ലാതെ എങ്ങനെ പ്രീമിയർ ലീഗ് പോലെ അല്ലെങ്കിൽ ഇത്രയും ഒരു കോമ്പറ്റീഷനുള്ള ഫീൽഡിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പിന്നെ ചില പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്. ഇപ്പോൾ അഹമ്മദിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അറിയാം, ബ്രൂണോയുടെ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി, മസ്റോയെ പോലുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ടീമായിട്ട് വരണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കളിക്കണ്ടേ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് 3-4 പൊസിഷനിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് നല്ലൊരു ഗോൾ സ്കോറിങ് ആയുള്ള ഒരു സ്ട്രൈക്കർ വേണം. അതായത് ഒരു മികച്ച ഒരു ഫിനിഷർ ഇല്ലാതെ, ക്ലിനിക്കലായുള്ള ഒരു ഫിനിഷർ ഇല്ലാതെ യുണൈറ്റഡ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടും ഗോൾ നേടാൻ പറ്റുന്നില്ല. ഇപ്പോൾ സിക്സിയുടെയൊക്കെ പെർഫോമൻസ് കണ്ടില്ല. അദ്ദേഹത്തിന് ആകെ ഒരു ഡൗട്ടാണ്, ഫൈനൽ തേർഡിൽ എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഞാൻ ബോൾ അടിക്കണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പാസ് ചെയ്യണോ? അപ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ആ ബോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അതാണ് സിറ്റുവേഷൻ. കാരണം ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും മോശമായുള്ളൊരു പെർഫോമൻസ് വന്നിരിക്കുന്നത്. ഹോയ്ലൻഡ് ആണെങ്കിലും എത്ര കാലമായി പ്രൂവ് ചെയ്യാൻ ഇനിയും സമയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ നല്ലൊരു ക്രിയേറ്റീവ് പ്ലെയർ മിഡ്ഫീൽഡിൽ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം യുണൈറ്റഡിനെ ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും ആ ഒരു ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അമോറിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പൊസിഷൻ, അതായത് വിങ് ബാക്കുകൾ, ലെഫ്റ്റ് വിങ് ബാക്ക് ആണെങ്കിലും റൈറ്റ് വിങ് ബാക്ക് ആണെങ്കിലും അത് ഒരു പ്രോപ്പറായുള്ള പ്ലെയേഴ്സിനെ തന്നെ വേണം. അല്ലാതെ ഈ മേക്ക് ഷിഫ്റ്റ് പ്ലെയേഴ്സിനെ കൊണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒനാനയുടെ ഒരു പെർഫോമൻസും ഹൈ പ്രൊഫൈൽ എറേഴ്സ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ബ്രൈറ്റനെതിരെ തന്നെ 2-1 പിന്നിൽ നിൽക്കുന്നു. യുണൈറ്റഡ് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം പ്രസ്സിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഒനാന വളരെ സിമ്പിളായിട്ടൊരു മിസ്റ്റേക്ക് വരുത്തി ഗോൾ വഴങ്ങി 3ാമത്തെ ഗോൾ നേടി ബ്രൈറ്റൻ്റെ വിജയം ഉറപ്പിച്ചത്. അപ്പോൾ ഒനാന ഇങ്ങനെ ഹൈ പ്രൊഫൈലായുള്ള എത്ര എറേഴ്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ ബേസിക്കായുള്ള ഡ്യൂട്ടി ഇപ്പോഴും
ഒനാനെ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒനാനയുടെ കാര്യത്തിൽ ഒരു റീപ്ലേസ്മെൻറ്റ് അല്ല അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന രീതിയിലൊരു ഗോൾ കീപ്പർ വരേണ്ടത് യുണൈറ്റഡിന് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ, യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ അമോറിം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസിക്കലി അത് കറക്റ്റ് തന്നെയാണ്. കാരണം താൽക്കാലികമായുള്ള പരിഹാരം കണ്ടെത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല, യുണൈറ്റഡ് എവിടെ എത്താൻ പോകുന്നില്ല. യുണൈറ്റഡിന് ഒരു തിരിച്ചുവരവിനൊക്കെ ഒരു ശ്രമം നടത്തണമെങ്കിൽ ഒരു ടോട്ടൽ ഓവർഹോൾ വേണം. അപ്പം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം, എന്താണ് നിലവിൽ ടീമിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. ഇപ്പോൾ 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പം എവേർട്ടനായിട്ടും പിന്നെ വെസ്റ്റ് ഹാം ആയിട്ടൊക്കെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഇപ്പോൾ റെലഗേഷൻ ബാറ്റിലേക്ക് ഇനിയിപ്പോൾ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വളരെ മോശം ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നത്. അപ്പോൾ ഇതിലൊരു മാറ്റം എങ്ങനെ സംഭവിക്കും, ഇതിലൊരു സൊല്യൂഷൻ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. പിന്നെ കളിക്കാരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന പ്രസ്താവനയാണ് അമോറിം നടത്തിയതെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വിമർശിക്കുന്ന പണ്ഡിറ്റുകളും ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ അവരിനി എന്ത് ചെയ്താലും അമോറിം ശരിക്കും ഒന്ന് ടാക്ടിക്കലായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ടെൻഹാഗിനെ പോലെ സംസാരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ അവർ വിമർശിക്കും. അമോറിം വളരെ ടാക്ടിക്കലായിട്ട് സംസാരിക്കുന്നു, റിയാലിറ്റി തൊടാതെയാണ് അമോറിം സംസാരിക്കുന്നതെന്ന് പറയും. നേരെ മറിച്ച് അമോറിം വളരെ കട്ട് ത്രോട്ടായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഇങ്ങനെ വിമർശിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് കോച്ചിന് കൊടുക്കുക, അമോറിം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരിക. കാരണം അദ്ദേഹത്തിന് കൃത്യമായൊരു വിഷൻ ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിന് വേണ്ട ആ ഒരു അസറ്റ്സ് അമോറിമിന് മാനേജ്മെൻറ്റ് നൽകണം എന്നുള്ളതാണ് ഒരു വസ്തുത. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അമോറിമിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് കളിക്കാരുടെ ഒരു ആത്മവിശ്വാസം ഇല്ലാതാക്കുമോ, അല്ലെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണറായിട്ട് മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.